എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. അമ്പിയാക്കന്മാർ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, സച്ചരിതരായ അല്ലാഹുവിന്റെ അടിമകൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, ശുഹദാ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്നത് ഞാൻ മാത്രമാണെന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്നൊരു സമയം. അപ്പോൾ സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്നത് സ്വഹാബികൾ സിദ്ദീഖീങ്ങളാണ്. ശുഹദാക്കൾ വലിയൊരു വിഭാഗം സ്വഹാബത്ത് തന്നെയാണ്. അവരോട് മഹബ്ബത്ത് വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിലെ ചർച്ച നാളെ സ്വഹാബത്തിന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ കൂടെ ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചിരിക്കുകയാണ്. സ്വല്ലൈനൽ മഗ്രിബ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിയായ അശ്അരിയായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഹബീബിന്റെ കൂടെ മഗ്രിബ് നിസ്കരിച്ചിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുക. ആ മെഹ്റാബ് ഇന്നും അവിടെയുണ്ട്, ഹബീബിന്റെ മിമ്പറും അവിടെയുണ്ട്. ആ മിമ്പർ നിന്ന സ്ഥലത്താണത്. ഹബീബിന്റെ മെഹ്റാബും അതുപോലെ അവിടെയുണ്ട്. ആ പള്ളിയുടെ ഒരു നടുമുറ്റമുണ്ട്. ഇന്ന് കുടവിരിച്ച് പള്ളിക്കുള്ളിൽ തന്നെ പള്ളിയുടെ ആദ്യത്തെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റവും ഹബീബിന്റെ കാലത്തുള്ളതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് ഇങ്ങനെ മെഹ്റാബിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് സുഫത്തിന്റെ അഹ്ലുകാരിരുന്നൊരു മണ്ണിന്റെ തിണ്ണയുണ്ട്. അതും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ഇന്നും മദീനത്തെ പള്ളിയിൽ. ആ വിശുദ്ധ ഹബീബിന്റെ കൂടെ നിസ്കരിച്ച നിസ്കാരങ്ങൾ എത്രയാണ്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെയൊക്കെ ചെയ്താലും എൻ്റെ ഹബീബിൻ്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ ഹബീബിൻ്റെ കൂടെ നിസ്കരിച്ച നിസ്കാരവും കൂടെ ചെയ്ത ഉംറയും ഹജ്ജും നിങ്ങൾ ചെയ്ത ധർമ്മസമരവും എല്ലാം അള്ളാഹു പൊളിച്ചു കളയും. എൻ്റെ ഹബീബിനോട് ഒരൽപ്പം ബഹുമാനക്കുറവ് നിങ്ങളിൽ സംഭവിച്ചാൽ. ഇത് പറഞ്ഞ സൂറയാണ് സൂറത്തുൽ ഹുജുറാത്ത്. ഇബാദത്ത് അനിവാര്യമാണ്. ആ ഇബാദത്തിന്റെ മഹത്വവും അതിന്റെ പുണ്യവും പറഞ്ഞു തരേണ്ടതില്ല. എന്നാൽ അതിന്റെ മീതയാണ് ഹബീബിനോടുള്ള ഇഹ്തിറാം, പുണ്യനബി തങ്ങളോടുള്ള ബഹുമാനം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടം അംബിയായിനോടും സാദാത്യങ്ങൾ, സയ്യിദന്മാർ, തങ്ങന്മാർ, അവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനമാണ്. അത് വളരെ വളരെ അത്യാവശ്യമാണ്. പുണ്യനബി തങ്ങളുടെ കൂടെ ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചിരിക്കുകയാണ്. സ്വല്ലൈനൽ മഗ്രിബ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു. പുണ്യനബി എഴുന്നേറ്റ് പോയി. ഞങ്ങളെല്ലാവരും പറഞ്ഞു, ലൗ ജലസ്നാ ഹത്താ നുസല്ലിയ മഅഹുൽ ഇശാ. എന്നാ പിന്നെ ഇശാ വരെ നമ്മളങ്ങ് ഇരുന്നാലോ, ഇശാ കഴിഞ്ഞിട്ട് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവിടെ തന്നെ ഇരുന്നു. മഗ്രിബ് മുതൽ ഇശ വരെ ഹബീബിന്റെ വരവും കാത്ത് ഇശാഇന്റെ വങ്കുവിളിയും പ്രതീക്ഷിച്ച് ഞങ്ങൾ പള്ളിയിൽ തന്നെ ഇരുന്നു. ഫജലസ്നാ, പള്ളിയിൽ ഇരിക്കുകയാണ്. ചെറിയ വെളിച്ചമെങ്ങാനും പള്ളിയിൽ മെഴുകുതിരി പോലെ കത്തുന്ന തിരിവിളക്ക് മാത്രമാണുള്ളത്. സൈത്തൂനിന്റെ സൈത്ത് കൊണ്ട് കത്തിക്കുന്ന തിരിവിളക്ക് മാത്രം അവിടങ്ങളിലുണ്ട്. ഫഖറജ അലൈനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ അരികത്തേക്ക് ഇറങ്ങി വന്നു. മാസിൽതും ഹാഹുനാ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഞങ്ങൾ പറഞ്ഞു, അതേ നബിയേ. സ്വല്ലൈനൽ മഗ്രിബ മഅക, അങ്ങയുടെ കൂടെ ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ ഇശാവും നിസ്കരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പറഞ്ഞു, അഹ്സൻതും, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് ആകാശത്തേക്ക് തലയുയർത്തി. ثم رفع رأسه إلى السماء. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത്. വകാന കതീറൻ മാ യർഫഉ റഅസഹു ഇല السമാ. പുണ്യനബി അവസരം കിട്ടുമ്പോഴൊക്കെ രാത്രി സമയങ്ങളിൽ ആകാശത്തേക്ക് തലയുയർത്തി നോക്കുമായിരുന്നു. അത് ഹബീബിന്റെ ഒരു ചര്യയായിരുന്നു. സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ആകാശത്തേക്ക് നോക്കുക, അല്ലാഹുവിന്റെ മലക്കൂത്തിലേക്ക് നോക്കുക, ഉന്നത ലോകങ്ങളിലേക്ക് നോക്കുക. നമ്മൾ ബാക്കിയുള്ളവൻ്റെ പ്രശ്നം എന്താണ്, മറ്റവൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത്, ഇവൻ്റെ നാട്ടിൽ എന്താ നടക്കുന്നത്, അവൻ എന്താ നടക്കുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തിലേക്ക് നോക്കാനാ വലിയ താല്പര്യം. അങ്ങോട്ടേക്ക് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ ഇസ്ലാം നന്നാവുന്നത് അവനവന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോഴാണ്, മറ്റുള്ളവരുടെ പിന്നാലെ പോകാതിരിക്കുമ്പോഴാണ്. അതൊരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ നന്മയാണ്. എന്തൊരു മനോഹരമാണ്. ഇന്ന് UAE-യിലെ ഖുത്ബയുടെ വിഷയം അതായിരുന്നു, തർക്കുഹു മാ ലാ യഅനി. ഞാൻ ജുമുഅ കഴിഞ്ഞിട്ടാണ് പോയിരുന്നത്. തർക്കുഹു മാ ലാ യഅനി,
എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ കാര്യമായിട്ട് പറയേണ്ട വിഷയവും അത് തന്നെയാണ്. ബാക്കിയുള്ളവൻ്റെ കാര്യം നോക്കി അങ്ങനെ നടക്കുക. എന്തുകൊണ്ട് കിട്ടാണ്ട്? ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ വർത്തമാനം കൊണ്ട് കുറച്ച് ടെൻഷൻ കിട്ടിയേക്കും അല്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഊഹിച്ച് എന്തെങ്കിലും കഥകൾ ഉണ്ടാക്കി പറഞ്ഞു, കേട്ടത് സത്യമാണെന്ന് വിചാരിച്ചു, അതങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തേ അതുകൊണ്ട് കിട്ടാനുള്ള ഒന്നുമില്ല. അല്ലാഹുവിൻ്റെ മലക്കൂത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ? നമുക്ക് ഒറ്റക്കിരുന്ന് സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്യാൻ നമുക്ക് സമയമുണ്ടോ? നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടേ? എൻ്റെ ഈ തടിയാണ് നാളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത്. എൻ്റെ അയൽവാസിയെക്കുറിച്ചല്ല എന്നോട് ചോദിക്കുക, എന്നോട് എന്നെക്കുറിച്ചാണ് ചോദിക്കുക. അതിന് ഞാൻ റെഡിയാണോ? ഇത് ചിന്തിക്കേണ്ട സമയമായില്ലേ? നമ്മൾ എത്ര ഗൗരവത്തിൽ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. പുണ്യനബി കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ, ധാരാളം ആകാശലോകത്തേക്ക് നോക്കിയിരിക്കുന്ന സ്വഭാവം ഹബീബിനുണ്ടായിരുന്നുവെന്ന്. എന്നിട്ട് നബി തങ്ങളെ ഞങ്ങളോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മഗ്രിബ് കഴിഞ്ഞ് ഇശാവും ഹബീബിന്റെ കൂടെ നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്ന ഞങ്ങളോട്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്, ഞങ്ങളോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശത്തിന്റെ സുരക്ഷയാണ് നക്ഷത്രങ്ങൾ, ആകാശത്തിന്റെ രക്ഷയാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ അവിടുന്ന് സ്ഥാനം തെറ്റിയാൽ, നക്ഷത്രങ്ങൾ അവിടുന്ന് പൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയാൽ, ആകാശലോകങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച വിപത്തുകൾ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പറഞ്ഞു, വഅന അമനതുൽ ലിഅസ്ഹാബി, എന്റെ സ്വഹാബികളെ നിങ്ങൾക്ക് സുരക്ഷയാണ് ഞാൻ. അത് ഹബീബിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് സുരക്ഷയാണ്, എന്നിലൂടെ അല്ലാഹു നിങ്ങൾക്ക് അമാനും അമനത്തും നൽകുന്നുണ്ട്. ഫഇദാ ദഹബതു, ഞാനെങ്ങാനും മരിച്ചുപോയാൽ, ലോകത്തോട് വിട പറഞ്ഞാൽ, അതാ അസ്ഹാബി മാ യുഅദൂൻ, സ്വഹാബികളെ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കാണേണ്ടി വരും. വഅസ്ഹാബി അമനതുൽ ലിഉമ്മതി, എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉമ്മത്തിന് പരീക്ഷണങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഫലസ്തീനികളായ സഹോദര സഹോദരിമാരെ, പിഞ്ചുമക്കൾക്ക് റബ്ബേ തുണയാകണേ. നിന്റെ സലാമത്തും നിന്റെ രക്ഷയും ഇറക്കി കൊടുക്കണേ. വാലിമീങ്ങളെ നീ പിടിച്ചു കെട്ടണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മുസ്ലിമും വിശ്വസിക്കുന്നത് ദുന്യാവിൽ നീതി പൂർണ്ണമായി ലഭിക്കും എന്നല്ല. ദുന്യാവിൽ പൂർണ്ണമായി നീതി ലഭിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നീതി ലഭിക്കാൻ തന്നെയല്ലയോ പരലോകം അല്ലാഹു നിശ്ചയിച്ചത്? നീതിക്ക് വേണ്ടിയല്ലയോ അല്ലാഹുവിന്റെ മീസാൻ? നീതിക്ക് വേണ്ടിയല്ലയോ ഹിസാബും കിതാബും സിറാത്തും ജന്നത്തും നാറും? നീതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ നീതി ലഭിക്കുമെന്ന് ഒട്ടും നമുക്ക് വിശ്വാസമില്ല. നീതി, യഥാർത്ഥമായ നീതി ഈ ഉമ്മത്തിന് ലഭിക്കും സത്യത്തിന്റെ പക്ഷത്തെ പിടിച്ചു നിൽക്കുമ്പോ. ഉമ്മച്ചികൾക്ക് അല്ലാഹു പരീക്ഷണം നൽകുന്നുണ്ട്, ശരിയാണ്, മുൻഗാമികൾക്ക് നൽകിയിട്ടില്ലേ? ആ പരീക്ഷണങ്ങൾ നമ്മൾ അതിജീവിക്കേണ്ടവരാണ്. എന്നാൽ നീതി ലഭിക്കുന്നത് അല്ലാഹുവിന്റെ കോടതിയിലായിരിക്കും. ഇവിടെ നീതി കിട്ടണമെന്നില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. കിട്ടിയാൽ ആയി, ഇല്ലെങ്കിൽ അല്ലാഹു അദിലാണ്, അല്ലാഹു നീതിമാനാണ്. നീതി അല്ലാഹു നൽകുന്ന ലോകമാണ് മഹ്ശറ എന്ന് മഹാനായ റസൂലുള്ളാഹ്. ഒരു കിടങ്ങ് കീറി ആ കിടങ്ങിൽ വിറക് വെച്ച് കത്തിച്ച് ആ ആളിപ്പടരുന്ന തീയിലേക്ക് 1000-ഓളം ആളുകളെ തള്ളിവിട്ട് അതിൽ വെന്ത് ആർത്ത് നിലവിളിച്ച് കരയുന്ന ആ കരച്ചിൽ കേട്ട് ചിരിച്ചിരുന്ന ആളുകളെ ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ ഉത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. അസ്ഹാബുൽ ഉഖ്ദൂദ് വെന്ത് മരണപ്പെട്ടപ്പോൾ അവർക്ക് നീതി കിട്ടി ഭൂമിയിൽ എന്ന് അല്ലാഹു പറഞ്ഞോ? ഇല്ല, നീതി കിട്ടിയിട്ടില്ല. എന്നാൽ നീതി കിട്ടിയിരിക്കും. അല്ലാഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
അള്ളാഹു ഭൂമിയിൽ വെച്ച് തന്നെ നീതി നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് പോലും അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നു. അള്ളാഹുവിന്റെ നീതി നടപ്പാകുന്ന ഇടമാണ് മഹ്ശറ, നാളത്തെ പരലോകം. അള്ളാഹുവേ നിന്റെ ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ ഞങ്ങളെ ചേർത്തണേ തമ്പുരാനെ. ഇതൊരു ഓട്ടമാണ്, സ്വർഗത്തിലേക്കുള്ള ഓട്ടമായിരിക്കട്ടെ അത്. فإذا ذهب أصحابي أتى أمتي ما يوعدون. എൻ്റെ ഉമ്മത്തികൾക്ക് വിപത്തുകൾ വരുന്ന കാലഘട്ടം എൻ്റെ റസൂലിൻ്റെ അനുയായികൾ ഇവിടുന്ന് യാത്ര പറയുന്ന കാലമാണ്. അത് യാത്ര പറഞ്ഞു കഴിഞ്ഞു. സ്വഹാബിമാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിന് പരീക്ഷണങ്ങൾ വരും. ഹബീബിന്റെ ഉമ്മത്തികൾ നമുക്ക് സുരക്ഷയാണ്. ഒരു സ്വഹാബി അന്ത്യവിഷമം കൊള്ളുന്ന ഇടം പോലും ഒരു വലിയോ ഒരു ആരിഫോ ഒരു ഷഹീദോ ഒരു ആലിമായ മനുഷ്യനോ അന്ത്യവിഷമം കൊള്ളുന്ന ഇടം പോലും ഉമ്മത്തിന് അമാൻ കിട്ടാൻ കാരണമാണ്, സുരക്ഷ ലഭിക്കാൻ കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ മുഴുവനും നിരുപാധികം സത്യസന്ധരാണ്. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ. ഹദീസ് പണ്ഡിതന്മാർക്ക് ഒരു ചർച്ചയുണ്ട്, ജർഹ് തഅദീൽ എന്ന് പറയും. ഹദീസിന്റെ റിവായത്ത് ചെയ്യുന്ന റാവിമാർ അവരുടെ സത്യസന്ധതയും അവരുടെ ജീവിതവും പഠിച്ചതിന് ശേഷമാണ് അവരുടെ ഹദീസിനെ അവരിൽ നിന്ന് സ്വീകരിക്കുക. ആ ഹദീസിന്റെ ബലാബലം നിർണയിക്കപ്പെടുന്നത് ആ റിവായത്തിൽ വരുന്ന ചെയിൻ ഓഫ് നരേറ്റേഴ്സ്, റാവിമാരുടെ സിൽസിലയിൽ വരുന്ന ഓരോരുത്തരുടെയും ബലാബലമനുസരിച്ചാണ്. അങ്ങനെ വരികയാണെങ്കിൽ സ്വഹാബികളല്ലാത്തവരെ കുറിച്ച് മുഴുവൻ ജർഹ് തഅദീലിന്റെ ആലിമീങ്ങൾ, മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളടക്കമുള്ളവർ പഠനം നടത്തും, ഗവേഷണം നടത്തും. ഒരു സ്വഹാബിയിലേക്ക് എത്തിയാൽ ആ സ്വഹാബി നല്ല ആളായിരുന്നോ അല്ലയോ എന്ന ചർച്ചയില്ല. എന്തുകൊണ്ട്? അവര് മുഴുവനും നിരുപാധികം അല്ലാഹുവിന്റെ സാക്ഷിത്വമുണ്ട്. റബ്ബ് തആല സാക്ഷി പറഞ്ഞതാണ്. അവര് മുഴുവനും സത്യസന്ധരാണ്. അവരെ കുറിച്ച് ചർച്ച വേണ്ട. അവിടെ എത്തിയാൽ അവര് പറയുന്നത് സ്വീകരിക്കണം. അവര് സത്യസന്ധരാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. അല്ലാഹുവിന്റെ വിചാരണ നടക്കുന്ന നാളിൽ പ്രവാചകന്മാരുടെ അനുയായികൾ ആ പ്രവാചകന്മാർക്കെതിരെ മൊഴി പറയുമ്പോൾ പ്രവാചകന്മാർക്ക് അനുകൂലമായി മൊഴി പറയാൻ വരുന്നത് ഹബീബിന്റെ സ്വഹാബിമാരായിരിക്കും. അവർ ശുഹദാ ആണ്, സാക്ഷികളാണ്. സാക്ഷികൾ സത്യസന്ധരായിരിക്കണം. അതുകൊണ്ട് അള്ളാഹു സത്യസന്ധരാണെന്ന് പ്രഖ്യാപിച്ചവരാണവർ. അതുകൊണ്ട് സ്വഹാബിമാരിൽ താഴെക്കടയിലുള്ളവർ മേലെ, താഴെക്കടയിൽ അങ്ങനെ പറയും. സ്വഹാബികൾ VIP-കളുണ്ട്, സ്വഹാബികളിൽ VVIP-കളുണ്ട്. എന്നാൽ എല്ലാവരും വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആണ്. എല്ലാവരും VIP-കളാണ്. അവരിൽ VVIP-കളുണ്ട്. സ്വഹാബികളിൽ താഴെക്കടയിലുള്ളവർ എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംഭവം പറയാൻ പാടില്ലെന്നാണ്. കാരണം ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ്. ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഗവർണറുടെ മുമ്പിലേക്ക് ചെന്ന് മഹാനായ ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഐ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ഭരണാധികാരിയെ സ്നേഹത്തോട് ഉപദേശിക്കാൻ. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുക്കുക. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശർറർരിആഇ അൽ ഹതമ, ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ. ഫഇയ്യാക അൻ തകൂന മിൻഹും, നീ അവരിൽ പെട്ടുപോകരുത് മോനെ എന്ന് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്നവരോട് മഹാനായ സ്വഹാബി ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉബൈദ് എന്ന ഭരണാധികാരി പറഞ്ഞു, ഇജ്ലിസ്,
നിങ്ങളൊന്ന് ഇരിക്കിൻ ആയിദേ ഫഇന്നമാ അൻത മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബികളിലെ ചണ്ടിയല്ലേ എന്ന് പറഞ്ഞു. നുഖാലയല്ലേ? അപ്പൊ മഹാനായ സ്വഹാബി ആയിദ് ഇബ്നു ഉമർ എന്നവർ ചോദിച്ചു, വഹൽ കാനത് ലഹും നുഖാല, സ്വഹാബികളിൽ ചണ്ടികൾ എന്ന് പറയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? സ്വഹാബികൾക്ക് ശേഷം വന്നവരിലല്ലേ അങ്ങനെ പറയപ്പെടാൻ പറ്റുന്നവർ തന്നെ ഉണ്ടാവുള്ളൂ. സ്വഹാബികളെ പറ്റി അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് മഹാനായ ആയിദ് ഇബ്നു ഉമർ എന്നവർ അന്നത്തെ ക്രൂരനായ ഭരണാധികാരി ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറഞ്ഞത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബിമാർ മുഴുവനും നിരുപാധികം സത്യസന്ധരാണ്. ഒരു മഹല്ലിൽ ഒരു ഉസ്താദ് ജോലി ചെയ്ത് എല്ലാ ആഴ്ചയും വഅദ് പറഞ്ഞ്, ഇനി എല്ലാ 2 ദിവസം കൂടുമ്പോഴും ദർസ് നടത്തി, അല്ലെങ്കിൽ എല്ലാ ദിവസവും ദർസ് നടത്തി 23 കൊല്ലം ഒരു നാട്ടിൽ ജോലിയെടുത്താൽ ആ നാട് മുഴുവൻ നന്നാക്കാൻ പറ്റണമെന്നുണ്ടോ? പറ്റണമെന്നില്ല. ചിലപ്പോൾ നന്നാവാം അല്ലേ? പുണ്യനബി തങ്ങൾ 23 വർഷം കൊണ്ട് മാറ്റിയത് ഒരു മഹല്ലല്ല, ഒരു രാജ്യമല്ല, രാജ്യങ്ങളാണ്. അതാണ് നബി തങ്ങളുടെ പ്രത്യേകത. അവരൊരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനത് കഴിയോ? 23 വർഷം കൊണ്ട് ചേഞ്ച് അവിടുന്ന് മാറ്റിയെടുത്ത മാറ്റം അത് ഒരു സംവിധാനത്തിനും സാധിക്കൂല. ഹബീബായ നബി തങ്ങൾക്കത് കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായിരുന്നു ഹബീബിന്റെ അനുയായികളെന്ന് ഹസനുൽ ബസ്രി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഫബക, നമ്മുടെ പരിപാടിയുടെ ചെലവിലേക്ക്, നമ്മുടെ മദ്രസ ഫണ്ടിലേക്ക് ഒരു ചെറിയ സംഭാവന, ചെറുത് എന്ന് പറയുന്നത് ഇപ്പം അതല്ലേ കഴിയുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് നല്ലൊരു സംഭാവന കൊടുത്തുകൊണ്ട് സഹായിക്കണം. നമ്മുടെ അബ്ദുൽ ഖാദർ ഹാജി ഹജ്ജൊക്കെ ചെയ്തുകൊണ്ട് ഖാദർ ഹാജി ആയിക്കോട്ടെ, അബ്ദുൽ ഖാദർ ഹാജി ഈ പരിപാടിക്ക് വേണ്ടി ഇതിനു വേണ്ടി തന്നെ നാട്ടിലേക്ക് വന്നത്. അൽഹംദുലില്ലാഹ് 50,000 രൂപ ഒരാൾ തന്ന് ദുആരക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ സുഹൃത്ത് അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹുയുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഹസനാജിക്കയുടെ എളാപ്പൻ ഇന്ന് മരിച്ചു, ഇന്നലെ മരണപ്പെട്ടു. ഒരു രായൻകുട്ടി. അള്ളാഹു അദ്ദേഹത്തിന്റെ, രായൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ ഹസനാജിക്കയുടെ എളാപ്പ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ, ഇവിടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതിലുപരി ഞങ്ങളുടെ ഞാൻ പോയെന്ന് വിചാരിച്ചു. ബഹുമാനപ്പെട്ട ബല്ലാർ മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാലം അബുദാബിയിലായിരുന്നു. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനും സുന്നി സെന്ററിനും അവിടുത്തെ KMCCക്കും ഒക്കെ നേതൃത്വം നൽകി ഇപ്പോൾ നാട്ടിൽ വിശ്രമത്തിലാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതോടൊപ്പം മഹാനായ എത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഒരു നിഴല് പോലെ മുഹിബ്ബായും മുത്തബിആയും മുരീദായും ഒക്കെ ഉസ്താദിന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹാന് കൂടിയാണ്. എൻ്റെ വളരെ അടുത്ത് എനിക്ക് അത്രയും പ്രിയമുള്ള ബഹുമാന്യരായ ബല്ലാർ മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ. അള്ളാഹു കൺകുടുമയുള്ള മക്കളെ ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ സ്വഹാബിമാർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു ഹസനുൽ ബസ്രി തങ്ങളോട്. ഫബക, മഹാനവറുകൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ളഹറത് മിൻഹും അലാമാതുൽ ഖൈരി ഫിസ്സിമാഇ വസ്സംത്, സ്വഭാവത്തിലും അടയാളത്തിലും നന്മയുടെ എല്ലാ ലക്ഷണങ്ങളും അവരോരോരുത്തരിലും കാണാമായിരുന്നു. വൽഹുദാ വസ്സുദ്ഖ്, അവരോരോരുത്തരും സത്യസന്ധരായിരുന്നു, സന്മാർഗത്തിന്റെ ആളുകളായിരുന്നു. വമംശാഹും ബിത്തവാദു, അവരുടെ നടത്തം വിനയമുള്ള നടത്തമാണ്. വമൻതിഖുഹും ബിൽ അമൽ, അവർ പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ്. വമത്അമുഹും വമശ്റബുഹും ബിത്വീബി മിനർ റിസ്ഖ്, ഹലാൽ അതും ഏറ്റവും കുറഞ്ഞത് മാത്രമേ അവർ കഴിച്ചിട്ടുള്ളൂ, അവർ കുടിച്ചിട്ടുള്ളൂ. വഖുദൂഉഹും ബിത്വാഅതി ലിറബ്ബിഹിം തആല, അല്ലാഹുവിനെ അത്രമേൽ അനുസരിച്ചവരാണ് സ്വഹാബിമാരെന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾക്ക് പറഞ്ഞു മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. കരയുകയായിരുന്നു.
അള്ളാഹുവിന്റെ വലിയും ആരിഫും സൂഫിവര്യനുമായ മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ വചനമുണ്ട്, മൻ അഹബ്ബ അബൂബക്കറിൻ ഫഖദ് അഖാമദ്ദീൻ. സിദ്ദീഖ് എന്നവരെ സ്നേഹിക്കുന്നവർ അവർ ദീനിനെ നിലനിർത്തിയവരാണ്. വമൻ അഹബ്ബ ഉമർ ഫഖദ് ഔദഹ അസ്സബീൽ. ഉമർ എന്നവരെ സ്നേഹിക്കുന്നവർ നേർമാർഗ്ഗത്തിലാണ്. വമൻ അഹബ്ബ ഉസ്മാൻ ഫഖദ് ഇസ്തനാറ ബിനൂരില്ലാഹ്. ഉസ്മാൻ എന്നവരെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ പ്രകാശം കിട്ടിയവരാണ്. വമൻ അഹബ്ബ അലിയൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. അലിയാര് തങ്ങളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കയറാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. വമൻ ഖാല ബിൽ ഹുസ്നാ ഫീ അസ്ഹാബി റസൂലില്ലാഹ് ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. സ്വഹാബിമാരെ കുറിച്ച് ഒരു കുറ്റവും പറയാതെ അവരെ പറ്റി നന്മ മാത്രം പറയുന്ന ആളുകൾ കപടവിശ്വാസം ഇല്ലാത്തവരാണ് എന്ന് മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ മഹാനായ അല്ലാമത്ത് സഹാബി, ഒരുപാട് പേർ സ്വഹാബത്തിന്റെ മഹത്വം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കിതാബുകളിൽ ധാരാളം കാണാൻ കഴിയും. സമയപരിധി കൊണ്ട് ഞാൻ നീങ്ങുകയാണ്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. സ്വഹാബിമാരുടെ വാക്കുകൾ, ചില വാക്കുകൾ വിശുദ്ധ ഖുർആൻ അതുപോലെ ഖുർആനായി ഉദ്ധരിച്ചിരിക്കുന്നു എന്നത് അത്ഭുതമാണ്. അതിൽ ഉദാഹരണം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, പിന്നെ മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ പറയുമായിരുന്നു, പുണ്യനബി തങ്ങളുടെ ഭാര്യമാരോട്, അവരിലൊരു ഭാര്യയാണ് ഉമർ എന്നവരുടെ മോള് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. ചെറുപ്പക്കാരിയായിരുന്നു. ഹഫ്സ ബീവിയോട് ഉമർ എന്നിവർ എപ്പോഴും പറയും, ഹഫ്സ, ആയിഷ ബീവി പറയുന്നതെന്ന് കേട്ട് നീ പറയാൻ നിൽക്കരുത് കേട്ടോ. ആയിഷ ബീവിക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യ നിബിധങ്ങളോടുണ്ട്. കാരണം അത് സിദ്ദീഖ് എന്നവരുടെ മോളാണ്, നീ എന്റെ മോളാണ്. അതുകൊണ്ട് ആയിഷ ബീവി പറയുന്ന പോലെ നീ എന്തെങ്കിലും തമാശയിലെങ്കിലും പുണ്യനബിയോട് വല്ലതും പറഞ്ഞു പോയാൽ ഹഫ്സ, നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും പോയി പോവും കേട്ടോ, ശ്രദ്ധിക്കണേ എന്ന് ഉമർ എന്നിവരിങ്ങനെ പറയുമായിരുന്നു. അതിനിടക്ക് നബിതങ്ങളുടെ ഭാര്യമാരും നബിതങ്ങളും തമ്മിൽ ചെലവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. എന്ന് പറഞ്ഞാൽ റേഷനില്ല, വീട്ടിൽ കഴിക്കാനൊന്നുമില്ല. അപ്പൊ ഭാര്യമാര് പലരും പറഞ്ഞു, നമ്മൾ പട്ടിണി കിടന്നപ്പോ എങ്ങനെ ജീവിക്കാം? പട്ടിണി കിടക്കാൻ പറ്റുമോ? ഒരു കഞ്ഞി വെച്ചെങ്കിലും കുടിക്കണ്ടേ? എന്തെങ്കിലും ഒരു മെയിൻ ഭക്ഷണത്തിൽ ഒരു അരിയോ ഗോതമ്പോ വേണ്ടേ? ഇതൊന്നുമില്ലാതെ വെള്ളം കുടിച്ച് നമ്മൾ എത്ര കാലം ജീവിക്കും നബിതങ്ങളുടെ കൂടെ? അതുകൊണ്ട് നമുക്കൊരു തീരുമാനം വേണം, റേഷൻ വേണം, ഞങ്ങൾക്ക് പട്ടിണിയായ പറ്റൂല എന്ന് ചില ഭാര്യമാർ സംസാരം തുടങ്ങി. അതിനെ ചൊല്ലി ഹബീബിന്റെ മുമ്പിലേക്ക് പരാതിയും വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമ്മുടെ കാര്യം മനസ്സിലാക്കണം. പുണ്യ നബിതങ്ങൾ ഇപ്പൊ നാട്ടില് ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, ഈ സദസ്സിൽ ചിലപ്പോൾ ചിലരുണ്ടാവും അങ്ങനെ വീട്ടിൽ നിന്ന് തീരെ ഭക്ഷണം കഴിക്കൂല എന്നാ ഭാര്യ പറയാ, അല്ലെ ഉമ്മ പറയാ, ഇവിടെ ഒന്നും തിന്നാറില്ല, ഭക്ഷണം വയറ് നിറച്ച് അങ്ങാടി നിന്നിട്ടാ വരുന്നത്. അത് പെരക്കാരറിയുന്നുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഷുഗറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം വളരെ കുറവ്. അപ്പൊ അവന്റെ തടി കണ്ടില്ലേ എന്നൊക്കെ പറയും. ഇവൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. പുണ്യ നബിതങ്ങളാണെങ്കിലോ അവിടെ നിന്ന് പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണിയാണ് ഭാര്യമാർക്ക്. തങ്ങൾ പുറത്തു പോയി കഴിച്ചു വരില്ല. തങ്ങൾക്കുണ്ടോ അവിടുത്തെ ഭാര്യമാർക്കുമുണ്ട്, തങ്ങൾക്കില്ലേ? ഇല്ല. അങ്ങനെ ഉമർ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ഒരുപക്ഷെ നിങ്ങളെയൊക്കെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പുണ്യനബിയുടെ കൂടെ പട്ടിണി കിടന്ന് കൂടെ നിൽക്കാൻ തയ്യാറുള്ള പെണ്ണുങ്ങൾ അള്ളാഹു ഹബീബിന് ഏർപ്പാടാക്കി കൊടുക്കും. അതുകൊണ്ട് പട്ടിണിയല്ലേ ഉള്ളൂ, വേറൊരു ദേഹോപദ്രവമോ വാക്കുകൊണ്ട് പോലും നിങ്ങൾ നോവിക്കുന്നില്ലല്ലോ. ഹബീബ് വയറ് നിറച്ച് തിന്ന് നിങ്ങളെ പട്ടിണി കിട്ടതുമല്ലല്ലോ. അതുപോലെ നബിയും പട്ടിണിയിലാണ്. അതല്ലേ അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ക്ഷമിച്ചൂടെ? ഉമർ എന്നവർ വാക്ക് പറഞ്ഞു, അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറൻ മിൻകുൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഖൈറായവരെ നബി തങ്ങൾക്ക് പകരം കൊടുത്തേക്കും. ഇവിടെ മറ്റൊരു വിഷയം പറയാനുണ്ട്. തങ്ങളുടെ ഈ വിഷയത്തിൽ സ്വഹാബിമാർ ഒരുപോലെ വേദനിച്ചു എന്നാണ്. നമുക്ക് വഴിയെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത്.
എന്നാലും ഇപ്പൊ പറയാം. അതായത് പുണ്യനബി ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്നൊരു ശ്രുതി മദീനയിലാകെ പരന്നു. സംഘം ത്വലാഖ് ചൊല്ലിയിട്ടില്ലായിരുന്നു, പക്ഷേ അങ്ങനെ ആളുകൾ അത് പരത്തി. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലപ്പുറമൊന്നും കേട്ടില്ല എന്ന് വിചാരിക്കാം. ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാക്കി പറയാലോ ഇന്നത്തെ കാലത്ത്. അന്ന് അങ്ങനെ ഒരു ശ്രുതി റൂമർ വരുന്നു, തങ്ങൾ ത്വലാഖ് ചൊല്ലുക. അപ്പോഴേക്കും ഉമർ എന്നവർ കുപ്പായെടുത്ത് ഓടി. പഠിച്ചോനെ, എന്റെ മോള് ഹഫ്സയും കൂട്ടത്തിലുണ്ടല്ലോ. ഉമർ തങ്ങൾ ഓടി വരുന്നൊരു രംഗമുണ്ട്, കുപ്പായം വലിച്ചിട്ട്. ഉമർ തങ്ങൾ അവാലിൽ മദീന, ഖുബാ പള്ളിന്റെ അവിടെ താമസം, അവിടുന്ന് മദീന പള്ളിയിലേക്ക് ഓടി വരണം. അപ്പൊ അത്യാവശ്യം ഒരു 2-3 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. എന്റെ ഹഫ്സയുടെ ജീവിതം പോയല്ലോ പടച്ചോനെ, സ്വർഗത്തിലേക്ക് ഹബീബിന്റെ ഭാര്യയായി എന്റെ മോള് കടന്നു പോകണം എന്നാഗ്രഹിച്ച മോളാണിത്. എന്റെ ഹഫ്സ നഷ്ടപ്പെടുത്തിയോ പടച്ചോനെ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമർ എന്നവർ ഓടി വരികയാണ്. അതിൽ മറ്റൊരു പാടുണ്ട്. മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഉപ്പമാർ അതോടെ തീർന്നു, ഇനി ഓവരായി അവരെ പാടായി എന്ന് പറയരുത്. ഒന്ന് പോയി നോക്കണം, മരുമകനോടും മോളോടും ഒക്കെ ചോദിക്കണം ജീവിതം എങ്ങനെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടെ നിൽക്കണം, അതിലേക്ക് ഇടപെടണം. ഇത് അമ്മോഷന്മാർ ചെയ്യേണ്ട പണിയാണ്. നബി തങ്ങളുടെ അമ്മോഷനാണ് ഉമർ എന്നവർ, നബി തങ്ങളുടെ അമ്മോഷനാണ് സിദ്ദീഖ് എന്നവര്, നബി തങ്ങളുടെ മരുമകനാണ് ഉസ്മാൻ എന്നവര്, മറ്റൊരു മരുമകനാണ് ആര്, അലി തങ്ങൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഉമർ തങ്ങൾ ഓടി വരികയാണ്. അപ്പോൾ പള്ളിയിലൊക്കെ സ്വഹാബിമാര് കൂട്ടമായിരുന്ന് കരയുന്നുണ്ട്. പടച്ചോനെ, അതാണ് റുഹമാഉ ബൈനഹും. ഹബീബിനൊരു വേദനയുണ്ടെങ്കിൽ അത് സ്വഹാബത്തിന്റെ വേദനയാണ്. ഹബീബിന്റെ വിഷമം സ്വഹാബത്തിന്റെ വിഷമമാണ്. പള്ളിയിലേക്ക് ഉമർ എന്നവർ കയറി വരുമ്പോൾ ഒരു കൂട്ടം സ്വഹാബിമാർ പള്ളിയിലിരുന്ന് തല താഴ്ത്തി വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്, തേങ്ങി തേങ്ങി കരയുന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്ന് കേട്ടു. തങ്ങൾ പുറത്തു വരുന്നില്ല, തങ്ങൾ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഹബീബിനോടൊന്ന് ചോദിക്കാൻ പോലും പറ്റുന്നില്ല, ആരും അകത്തു പോകാൻ ധൈര്യപ്പെടുന്നുമില്ല. ഹബീബിന്റെ സങ്കടം അവരുടെ സങ്കടമായിരുന്നു, ഹബീബിന്റെ വേദന അവരുടെ വേദനയാണ്. അവിടെ സ്വഹാബിമാർ എല്ലാവരും ഓടി വന്നിരുന്ന് കരയാണ്. അവരെ മക്കളൊന്നും അവിടെ ഉണ്ടായിട്ടല്ല, അത് ഹബീബിന്റെ വേദന സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങാൻ കഴിയില്ലല്ലോ, ഹബീബിന്റെ മനസ്സ് വേദനിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് കരയാണ്. ത്വലാഖ് അത്രയും ഭാരമുള്ള ഒരു കാര്യമാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഇന്ന് കുട്ടികൾ ഒന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി തന്നൊക്കെ ഞാൻ പോയിക്കോളാം, വേറെ ആൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഈ ഡയലോഗാണ് കുട്ടികൾ ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം ആകുമ്പോഴേക്കും മതിയായി, ഇനി അടുത്ത ആളെ നോക്കട്ടെ എന്ന് പറയും. ഇത് അള്ളാഹുവിന്റെ അർശ് വിറക്കുമെന്നാണ്. അന്യായമായി അകാരണമായി ത്വലാഖ് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അർശ് വിറക്കും. അത്രയും റബ്ബിന്റെ പേര് പറഞ്ഞ് അൻകഹ്തുക വസവ്വജ്തുക എന്ന് റബ്ബിന്റെ പേര് പറഞ്ഞ് ചെയ്ത ഒരു ഇടപാടിനെ നിസ്സാര കാരണത്തിന് മുറിച്ചു മാറ്റുകയോ അള്ളാഹുവിനത് ഇഷ്ടമല്ലെന്ന ഏറ്റവും വെറുപ്പുള്ള, റബ്ബ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഹലാൽ ത്വലാഖാണെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹബീബിന്റെ സ്വഹാബിമാരെ പേടിച്ച് ഹബീബിന്റെ വിഷമത്തിൽ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നു, അങ്ങയുടെ വാതിൽക്ക് മുട്ടി. തങ്ങൾ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഉമർ എന്നവരും താഴെ ഇരുന്ന് കരയാൻ തുടങ്ങി. ദീർഘമായൊരു ചരിത്രമാണ്. എന്നിട്ട് ഉമർ എന്നവർ സംസാരിക്കാൻ സമ്മതം ചോദിച്ചു. എന്നിട്ട് ഉമർ എന്നവർ സംസാരിച്ചു. ആ സംസാരത്തിൽ ചില തമാശ കൂടെ കൂടിക്കലർത്തി ഉമർ എന്നവർ നബി തങ്ങളെ ചിരിപ്പിച്ചു റളിയല്ലാഹു അൻഹു. ആ വിഷയത്തെക്കുറിച്ച് ആയത്തിറങ്ങിയതാണ്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുൻ عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن. സൂറത്തു തഹരീം. ഉമർ തങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞ അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറൻ മിൻകും. അതാണ് അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. അത് ഏകദേശം ആ വാക്ക് മുഴുവനും ആയത്തിന്റെ ഭാഗമായി വന്നു എന്നതാണ്. ഈ ഒരു അത്ഭുതം ഇവിടെയുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, മദീനത്ത് നമ്മൾ വന്നതിന്റെ ശേഷം നമ്മുടെ പെണ്ണുങ്ങൾ, അവരൊക്കെ മക്കക്കാരാണല്ലോ, മദീനത്തെ പെണ്ണുങ്ങളെ കണ്ട് ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്.
മക്കയിലായിരിക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണുരുട്ടിയാൽ അവര് നമ്മളെ ഗൗനിക്കുകയും ആദരിക്കുകയും ചെയ്ത് അനുസരിക്കുമായിരുന്നു. പക്ഷെ മദീനത്തെ പെണ്ണുങ്ങൾ നബിയെ ഇങ്ങോട്ട് വർത്തമാനം പറയുന്നവരാണ് ഭർത്താക്കന്മാരോട്. അത് നമ്മുടെ പെണ്ണുങ്ങളും കണ്ടു പഠിച്ചു. എൻ്റെ ഭാര്യ എന്നോട് പറയാണ്, ഞാൻ ചോദിച്ചു എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ നീ ചോദിച്ചതിന് തട്ടുത്തരം പറയാണോ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു, അതിനെന്തേ റസൂലുള്ളാന്റെ ഭാര്യമാർ നബി തങ്ങളോട് അങ്ങനെ തട്ടുത്തരം പറയുന്നില്ലേ എന്ന്. പൊന്നാര നബിയെ, പണ്ടത്തെ കാലാണെങ്കിൽ ഒരടി കൊടുത്താൽ നിൽക്കുമായിരുന്നു. ഈ പെണ്ണുങ്ങളെ കണ്ട് നമ്മളെ പെണ്ണുങ്ങളും നാശായി പോയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സങ്കടപ്പെട്ടിരുന്ന ഹബീബ് ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ഹഫ്സ, നീ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുത് മോളെ. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. നാളെ സ്വർഗത്തിലെത്തണം. ഹബീബിന്റെ ഭാര്യയായി രാജകുമാരിയായി അള്ളാഹുവിന്റെ മലക്കുകളുടെ സ്വീകരണത്തിൽ നിന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഹഫ്സ. അതുകൊണ്ട് ഹബീബിന്റെ കൂടെ അടങ്ങി ഒതുങ്ങി ഒരു ആവശ്യവും ഹബീബിനോട് നീ പറയരുത്. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരും. എന്റെ ഹബീബിനെ കൊണ്ട് പറ്റാത്തത് നീ ചോദിക്കരുത് ഹഫ്സ. പട്ടിണിയാണെങ്കിൽ പട്ടിണി ഇല്ലേ, ഉള്ളത് കൊണ്ട് നീ മോള് ജീവിക്കണമെന്ന് സ്വന്തം മോളെ ഉപദേശിച്ച ഉപ്പയാണ് ഹബീബിന്റെ കൂട്ടുകാരനും അമ്മോശനുമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കൾക്കൊന്നും ഇതാരും ഇന്ന് ആഡംബരത്തിന്റെ ലക്ഷറിയുടെ ഒരു കാലമാണ്. എന്താ വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുക. അത് പെണ്ണിന്റെ വീട്ടുകാർ, പെണ്ണ് വളർന്ന വീട്ടിൽ ചോദിച്ചത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ സാമ്പത്തികമായി ഇച്ചിരി താഴെയാണെങ്കിൽ തീർന്നു കാര്യം. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അവൾ എൻ്റെ പുരയിൽ പോയി ഇതിലേറെ സുഖല്ലേ എന്നാ പറയാം. എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഇതിലേറെ വാങ്ങിച്ചേരാൻ ആളുകളുണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങും. സത്യത്തിൽ തൻ്റെ ഭർത്താവും കുടുംബവും ജീവിതവും വാങ്ങിക്കുന്ന സാധനങ്ങളെക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത നമ്മുടെ മക്കൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാവരുത്. നമ്മുടെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളും വിവാഹിതരാകാൻ പോകുന്നവർ നിർബന്ധമായും ക്ഷമയും സഹനവും മവദ്ദതൻ വറഹ്മ ഇത് രണ്ടും ശീലിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പരാജയപ്പെടും. ആ പരാജയം, അതിന്റെ സങ്കടവും അതിന്റെ ദുഃഖവും ഒരു ചാടിപ്പുറപ്പെട്ട് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒരു കുഞ്ഞായാലും ആയില്ലെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടൊരു വിവാഹമോചനം നടക്കുന്നത് ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടു നടക്കുന്ന ഒരു ദുഃഖം ഭാരമായി മാറാൻ ഇടയുണ്ട്. പക്ഷേ നിവൃത്തിയില്ലാത്ത വിഷയങ്ങളിൽ ശറഅ് അനുവദിച്ച വിഷയമാണത്. ഒരു നിലക്കും നടക്കൂല. അങ്ങനെയുള്ള സംഭവങ്ങൾ വരാം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പരിഹരിക്കാൻ കഴിയുന്ന, അങ്ങോട്ടിങ്ങോട്ടൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന വിഷയങ്ങളിൽ പരിഹാരത്തിന്റെ മാർഗമാണ് നമ്മൾ നോക്കേണ്ടത്. സ്വഹാബിമാരുടെ വാക്കുകൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായി വന്നതിൽ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട്. ആരാണ് ആ സ്വഹാബി എന്നറിയോ? മദീനയിലേക്ക് തങ്ങൾ ഹിജറ ചെയ്ത് വന്നപ്പോ പുണ്യനബി തങ്ങൾ ആദ്യമായി താമസിച്ച വീട് ഈ സ്വഹാബിയുടെ വീടാണ്. ഈ സ്വഹാബിയുടെ മഖാമാണ് ഇപ്പോ തുർക്കിയിലെ ഇസ്തംബൂളിലുള്ളത്. അയ്യൂബ് സുൽത്താൻ എന്ന് അവരെ വിളിക്കുക. അവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെ പേരും അതാ, അയ്യൂബ് സുൽത്താൻ മുനിസിപ്പാലിറ്റി എന്നാണ്. അയ്യൂബ് PAYUB എന്നവർ വിളിക്കുക. അയ്യൂബ്, അബു അയ്യൂബുൽ അൻസ്വാരി എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ അയ്യൂബ് സുൽത്താൻ എന്നാണ് അവര് വാഹനത്തിലും പോലീസ് വണ്ടിയിലൊക്കെ എഴുതുന്ന വാക്ക് അങ്ങനെയാണ്. അയ്യൂബ് സുൽത്താൻ. അത് അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളെ ഒരു രാജകുമാരനായി, രാജാവായി, സുൽത്താനായി അന്നത്തെ ഇസ്തംബൂളിലെ ആളുകൾ സ്വീകരിച്ചു എന്നതാണ്. അവർ തുർക്കിയിലാണുള്ളത്. അബൂ അയ്യൂബുൽ അൻസ്വാരി തങ്ങളുടെ മഖാമിന്റെ മുകളിൽ ഒരു വലിയ ഒരു മലയാണ്. ആ മല നിറയെ ഖബർസ്ഥാനാണ്. ആ മലക്ക് മുകളിലേക്ക് പോകാൻ ഒരു കേബിൾ കാർ ഉണ്ട്. ചെറിയൊരു കേബിൾ കാറാണ്. അതിൽ കയറിയിരുന്നാൽ ഒരു 2-4 മിനിറ്റ് കൊണ്ട് മേലെത്തും. ചെറുതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി തആല അലൈഹി അൽ ഹലബി മഹാൻ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത്തിപ്പറ്റ ഉസ്താദ് തുർക്കിയിലേക്ക് പോയൊരു അനുഭവം ബഹാവുദ്ദീൻ ഉസ്താദ് ഇപ്പൊ അടുത്തുകൂടെ പറഞ്ഞു. ഞാൻ ഉസ്താദും കൂടെ ലണ്ടനിൽ പോയിരുന്നു, നോർവിച്ചിൽ. അവിടെ ലണ്ടൻ സിറ്റി തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പൊ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു മജ്‌ലിസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഉസ്താദ് ഈ ചരിത്രം പറഞ്ഞു.
ഇവിടെ വന്ന് പൂക്കോയ തങ്ങളില്ലേ, തങ്ങൾ അല്ലയിലായിരുന്നു ഒരുപാട് കാലം. ഉസ്താദിന്റെ കൂടെ സന്തത സഹചാരിയാണ്, ഉസ്താദിന്റെ ഖലീഫയാണ്. മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദും ഉസ്താദിന്റെ ത്വരീഖത്തിന്റെ ഖലീഫയാണ്. ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഖിലാഫത്ത് ഏൽപ്പിച്ചത് ഒന്ന് ബഹാവുദ്ദീൻ ഉസ്താദിനെയാണ്. അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒന്ന് മനസ്സിലാക്കാതെ കുതിര കയറുന്ന ആൾക്കാരുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ബഹാദി ഉസ്താദ് പറയാം, ഞാനും പൂക്കോയത്തങ്ങളും അത്തിപ്പറ്റ ഉസ്താദും തുർക്കിയിൽ ചെന്നിറങ്ങി ഒരു 10-12 കൊല്ലം മുമ്പ്. 12 ഏറെയോ എനിക്ക് ഓർമ്മയില്ല. അബ്ദുൽ ഖാദിർ ഐസ 20 കൊല്ലം മുമ്പ്, ഏകദേശം 20 വർഷമായിട്ടുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഐസ തങ്ങളുടെ മഖാം എവിടെയാണ്, ഖബർ എവിടെയാണ്, ഒരു പിടുത്തമില്ല. അവര് പോയത് ബൈ റോഡായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. സിറിയ വഴി, അന്നൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. 10-20 കൊല്ലം മുമ്പാണ്. അങ്ങനെ അവർ തുർക്കിയിലേക്ക് എത്തി. ഒരു കുട്ടീനെ അവിടെ പരിചയമില്ല. അങ്ങനെ അവര് ഇസ്തംബൂളിലെത്തിയപ്പോൾ ബഹാവുദ്ദീൻ ഉസ്താദ് ഷെയ്ഖുനയോട്, അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നമുക്കൊരു റൂം എടുക്കല്ലേ, ഒരു ഹോട്ടൽ എടുക്കല്ലേ, നമുക്കൊന്ന് കുളിച്ച് വൃത്തിയാവണ്ടേ, ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ, ഒന്ന് കുളിക്കണ്ടേ, കുറെ ദിവസമായില്ലേ നമ്മൾ യാത്രയിലല്ലേ. ഉസ്താദ് പറഞ്ഞു, ഹോട്ടലൊന്നും എടുക്കണ്ട, നമ്മളിവിടെ ആരെങ്കിലും ഒരാളെ വിട്ടുപോയി താമസിക്കാമെന്ന് പറഞ്ഞു. ഉസ്താദ് പറയാ, ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ആരാ നമ്മളെ കൊണ്ടുപോവുക, ആരെ അറിയില്ല. അറിയേണ്ടത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഐസ തങ്ങളെ. അവരെവിടെയാന്ന് അതും അഡ്രസ് ഇല്ല. തുർക്കി ഭാഷ അല്ലാതെ തുർക്കികൾക്ക് അറിയില്ല, അങ്ങനെ വിഷയമുണ്ട്. അവർ തുർക്കി ഭാഷയെ സംസാരിക്കുള്ളൂ, ഇംഗ്ലീഷും അറിയുന്നവർ വളരെ കുറവാണ്. ഉസ്താദ് പറഞ്ഞു, റൂം എടുക്കണ്ട. എന്നാ പിന്നെ എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി ഇവിടെ നിന്ന് ഉദുവൊക്കെ ഉണ്ടാക്കി റാഹത്തെ നിസ്കരിച്ചൊക്കെ വന്ന് ഇരിക്കുകയാണ്. ഒരാൾ പുറത്തുകൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഉസ്താദ് പറയാം, മഹാനായ എത്തിപ്പറ്റ ഉസ്താദിന്റെ വലിയൊരു കറാമത്ത് പറയാണ്. എവിടെയാ പോവേണ്ടത്, ആരെ കൂട്ടിയിട്ടാണ് ഷെയ്ഖ് തങ്ങളെ അഡ്രസ്സ് ചോദിച്ചാൽ ആർക്ക് അറിയാൻ പറ്റും, ഒന്നും അറിയില്ലല്ലോ. അവർ സിറിയയിലായിരുന്നു അവസാന കാലം. അവിടെ ചെറിയ പ്രശ്നങ്ങളായപ്പോൾ തുർക്കിയിലേക്ക് വന്ന് അങ്ങനെ ഇസ്തംബൂളിലാണ് അവർ വഫാത്താകുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഐസ അൽ ഹലബി തങ്ങൾ, അവരുടെ കിതാബാണ് ഹഖായിഖു തസവുഫ്. അതാണ് ബഹാദി ഉസ്താദ് തർജുമ ചെയ്തത്. അപ്പോൾ ആ കിതാബ് അവിടെ വെച്ചിട്ട് അതിന്റെ പ്രകാശനം ആ മഖാമിൽ വെച്ച് ചെയ്യണം എന്ന ഉദ്ദേശത്തിലായി പോയതൊക്കെ. അത്തിപ്പറ്റ ഉസ്താദ് പുറത്തുകൂടെ പോകുന്ന ഒരു പാവ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ബഹാദി മൗലവിയെ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു. ഉസ്താദ് പറയാം, ഞാൻ അബ്ദുൽ ഖാദിർ ഐസ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഐസ മഖാമ്, മഖബറ, അങ്ങനെ തുർബീസി എന്നൊക്കെ പറയവര് മഖാമിന് ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ മൂപ്പര് കീശിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കാർഡ്, ആ കാർഡ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഐസ എന്നുള്ള പേരുണ്ട്. ഇവരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ഷെയ്ഖ് തങ്ങളുടെ ഒരു മുരീദാണ്. പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇവര് 3 പേരെയും അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി 4 ദിവസം ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹമാണ് മഹാനവറുകളുടെ ഖബർസ്ഥാനിലേക്ക്, മഖാമിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെ ഉസ്താദിന് അയാളോട് ചോദിക്കാൻ തോന്നി, എന്താണ് ഈ ആത്മീയമായ ബന്ധം? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോകും. ഉസ്താദ് പറയാ, നമ്മൾ ഒരാളുടെ വീട്ടിൽ താമസിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞു. അത് ആര് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ മനുഷ്യന്റെ കൂടെ, ആ മനുഷ്യനാണെങ്കിലോ ഈ ത്വരീഖത്തിന്റെ മുരീദുമാണ്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളുടെ മഖാമിന്റെ നേരെ മുകളിലാണ്. ഞങ്ങൾ തുർക്കി പോകുമ്പോഴൊക്കെ അവിടെ സിയാറത്ത് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അങ്ങനെ പോയിരുന്നു. അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഐസ തങ്ങളെ. നവ്വറല്ലാഹു മർഖദഹും ജമീഅ. മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് നമ്മുടെ നാടിന് ലഭിച്ചിരുന്ന വലിയൊരു വെളിച്ചമായി. ഇവിടെ വളാഞ്ചേരിയിലല്ലേ, ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് അന്ന് അറിയാതെ പോയിരിക്കാം. ആ മഹാനവറുകൾ വലിയ അള്ളാഹുവിന്റെ ആരിഫായ വലിയൊരു മഹാനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹാനാണ്. സ്നേഹം, അത് മാത്രമാണ് ഉസ്താദിന്റെ മജ്ലിസ്. ആരോടും വെറുപ്പില്ല. എല്ലാ തരത്തിലുള്ള ആളുകളും ആ സദസ്സിൽ വരും. കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. സ്നേഹവും കരുണയും വാത്സല്യവും പ്രാർത്ഥനയും ഇത് മാത്രമായിരുന്നുവല്ലോ ഉസ്താദിന്റെ ജീവിതം. ദാനശീലവും അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന മഹാനായിരുന്നു. അള്ളാഹുവേ, അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. അപ്പൊ അവരായിരുന്നു അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ. അവരുടെ മഖാം അവിടെ പോയാൽ ഇന്നും കാണാൻ പറ്റും. വലിയ മഖാമാണ്. അവിടെ നബി തങ്ങളുടെ ഷഅർ മുബാറക്, നബി തങ്ങളുടെ ശിരസിലെ ഒരു ഷഅർ ആ മഖാമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തുകൂടെ പോവാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ
വിഷയത്തിൽ മഹദിയെ സംബന്ധിച്ച് അന്നത്തെ മുനാഫിക്കീങ്ങൾ കപടവിശ്വാസികളായ ആളുകൾ പച്ച നുണ പറഞ്ഞു പരത്തിയപ്പോ അത് കേട്ട ഉടനെ എന്താണ് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുമായി അടുപ്പത്തിലാണെന്നും സ്നേഹത്തിലാണെന്നും അവര് തമ്മിൽ ഹറാമായ ബന്ധമുണ്ടെന്നും വരെ മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അന്നത്തെ മുനാഫിക്കുകൾ പറഞ്ഞു പരത്തി. അത് കേട്ടപ്പോ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ പറഞ്ഞ വാക്കാണ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. സൂറത്തുൻ നൂർ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധരായ റസൂലുള്ളാഹിക്ക് വ്യഭിചാരം ചെയ്യുന്നൊരു പെണ്ണിനെ നീ കൊടുക്കുകയില്ലല്ലോ. ഹാദാ ബുഹ്താനുൻ അദീം, ഈ പറയുന്നത് ഏറ്റവും വലിയ കെട്ടുകഥയാണ്, നുണയാണ്, കളവാണ്. ഇത് തന്നെ ആയത്തിറങ്ങി. ലൗലാ അൻ സമിഅ്തുമൂഹു ഖുൽതും, നിങ്ങളുടെ ചെവിയിലേക്ക് ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യാതെ, അത് വിശ്വസിക്കാതെ, അത് സത്യമാണെന്ന് പറയാതെ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, സച്ചരിതരായ സത്യസന്ധരായ മനുഷ്യരെ കുറിച്ച് കപടവിശ്വാസികൾ പറഞ്ഞു പരത്തുന്ന നുണകൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുതായിരുന്നു. ഇത് നുണയാണെന്നല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്. വിശുദ്ധ ഖുർആൻ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ വചനം അങ്ങനെ തന്നെ ആയത്തിറക്കി സൂറത്തുൻ നൂറിൽ. ഒരുപാട് സംഭവങ്ങൾ, സ്വഹാബിമാരുടെ വാക്കുകൾ അവര് പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, മദ്യപാനം ഒന്ന് നിർത്താൻ പറയണേ, മദ്യപാനം ഹറാമാക്കണം നബിയേ, നമുക്കത് വേണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ തവണ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ അന്ന് മദ്യം നിരോധിക്കപ്പെടാതിരുന്ന കാലം, മദ്യം വിപത്ത. എന്നിപ്പോ എന്താ പറയൂ, ഡ്രിങ്ക്സ്, ആൾക്ക് ഡ്രിങ്ക്സ് മുഴു കുടിയനാണ്. അതത്ര ലാഘവത്തിലാണ് നമ്മൾ പറയാ. തിന്മകൾ മദ്യപാനമാണെങ്കിലും ലഹരിയാണെങ്കിലും നമ്മുടെ മക്കളിൽ പോലും ഉപയോഗിക്കുന്ന ലഹരിയാണെന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ വരും. അതിന് ചൂരും മണമൊന്നുമില്ലല്ലോ. ചിരിക്കുന്നോ ചിരിച്ചുകൊണ്ടേയിരിക്കും, കരയുന്നോ കരഞ്ഞുകൊണ്ടേയിരിക്കും, മിണ്ടാത്തോ മിണ്ടാണ്ടങ്ങനെ ഇരിക്കും. ഇതാണ് അതിന്റെ ലക്ഷണം. ഒരു മണം ഒന്നും ഉണ്ടാവില്ല. എത്ര ഗുരുതരമാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ ബുദ്ധിയെ ഇങ്ങനെ ഇല്ലാതെയാക്കുന്ന ഒരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല. മദ്യപാനം ഒരു മനുഷ്യന്റെ ബുദ്ധിയെ മുഴുവനായി കൊണ്ടുപോകുന്ന സാധനമാണ്. മുഴുവനായിട്ട് മനുഷ്യൻ മൃഗാവല്ലേ, പിന്നെ പറയുന്നത് എന്താ, ചെയ്യുന്നത് എന്താ, തുണി എടുത്തിട്ടുണ്ടോ ഇല്ലേ അറിയില്ലല്ലോ. ഇത് നമുക്ക് വേണ്ട നബിയേ എന്ന് അള്ളാഹുവിനോടൊന്ന് പറയണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരുപാട് തവണ തങ്ങളോട് വന്ന് പറയുമായിരുന്നു, അള്ളാഹുവിന്റെ ഹബീബിന് ഒരു നിയമം നടപ്പാക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ നിയമം റബ്ബ് തആല വഹയിറക്കണം. അതുകൊണ്ട് നബി തങ്ങൾ കാത്തിരുന്നു. അവസാനം ആയത്തിറങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും മദ്യപാനവും ചൂതാട്ടവും ഗാംബ്ലിംഗ്, ലാസ് വേഗാസ് എന്ന് പറയുന്ന അമേരിക്കൻ നഗരം ചൂതാട്ടത്തിന് പേരുകേട്ട ഒരു നഗരമാണ്. ആ നഗരത്തിലെ മുഴുവൻ ക്ലബ്ബുകളും ചൂതാട്ടത്തിന്റെ ക്ലബ്ബുകളാണ്. ആലോചിച്ച് നോക്കി, ഒരു നാടിന്റെ അധപ്പതനം നോക്കി. നമ്മൾ പറയാം അമേരിക്കയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. സംസ്കാരമില്ലാത്തത് എന്തുണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യൻ മൃഗമായി മാറുന്ന, മനുഷ്യന്റെ സമ്പാദ്യങ്ങളെ കളഞ്ഞു കുളിക്കുന്ന, അധ്വാനശീലവും ക്രിയേറ്റിവിറ്റിയും മനുഷ്യനിൽ നിന്ന് എടുത്തുകളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന വിപത്താണ് ഗാംബ്ലിംഗ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വല്ലസ്ലാം, ശകുനം നോക്കുന്ന പരിപാടിയും ബഹുദൈവ ആരാധനയും ബിംബാരാധനയും റിജ്സും മിൻ അമലിശ് ശൈത്താൻ,
അത് പിശാചിൻ്റെതാണ്, അത് അല്ലാഹുവിന്റെ രീതിയല്ല. ഫജ്തനിബൂ, നിർത്തിയേക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കണോ മദ്യപാനം നിർത്തിയേ പറ്റൂ. ഖുർആൻ പറഞ്ഞു, നിർത്തിയില്ല. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. ശത്രുതയല്ലയോ പിശാച് മദ്യപാനത്തിലൂടെ ഉണ്ടാക്കുന്നത്? ഭാര്യയും ഭർത്താവും പിണങ്ങി, ഭർത്താവും അയാളുടെ ജ്യേഷ്ഠനും അനുജനും പിണക്കം, വീട്ടുകാർ തമ്മിൽ തർക്കം, കശപിശയും ബുദ്ധിമുട്ടും.